ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. നമ്മൾ സാമ്പാർ വെക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിരിക്കണേ. ഞങ്ങൾക്ക് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കണ്. തേങ്ങയിലേക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ്. രസം നല്ല ജീരകം, പെരുംജീരകമൊക്കെ ഇട്ടു. നമുക്കിത് കൊടുക്കാം. വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്തലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇങ്ങനെ ആയി വരുന്നു. പിന്നെ അങ്ങനെ ചുവപ്പ് കളറ് വരുന്ന വരെ വറക്കാം. സാമ്പാറൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയണതാണ്. ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഇടാം എന്നുള്ള ഇതിന് വേണ്ടി എടുക്കുകയാണ്. രസം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടില്ല, ഒന്ന് നെരിയട്ടെ എന്ന് വിചാരിച്ചു വെച്ചതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലോണം നെരിഞ്ഞ് ആയിരുന്നു. സാമ്പാർ കഷ്ണം നമ്മൾ 1 സ്പൂണ് മുളകും പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് വെള്ളം വാർന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ റെഡിയായി. ഏകദേശം പുളി ഒഴിച്ചെടുക്കാത്ത വെന്തിക്കണ കഷ്ണങ്ങളൊക്കെ പുളി കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചെടുത്താണ്. പിന്നെ നമുക്ക് അരച്ചതും സാമ്പാറും പൊടിയൊക്കെ കുറച്ചിടാം. സാമ്പാർ പൊടി ഇട്ടെടുത്ത് 1 സ്പൂണോളം ഇട്ടിക്കണം. സാമ്പാർ കുറച്ച് ആദ്യം അടുപ്പത്ത് വെക്കുമ്പോൾ സാമ്പാർ പൊടി ഇട്ടാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ഇട്ട് കൊടുത്താണ്. ആദ്യം 1 സ്പൂൺ ഇട്ടാണ്, ഇപ്പോൾ ഒരു 1.5 സ്പൂണൊക്കെ ഇട്ടാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് 1 സ്പൂണ്, മുളകും പൊടി ഇട്ട് 1 സ്പൂണ് കൂടി ഇട്ട് റെഡിയാക്കിയതാണ്. പുളി ഒഴിച്ച് നമുക്ക് പരിപ്പ് ഒഴിച്ച് കൊടുക്കാം. പരിപ്പ് കുക്കറിൽ വേവിച്ചതാണ് ഇട്ടെടുത്ത്. ഇതാ തേങ്ങ വെച്ച് കൊടുക്കണം. അങ്ങനെ മല്ലിയില, കരിവേപ്പിൻ്റെ ഇല ഒക്കെ നമ്മൾ അരിഞ്ഞതിലിട്ടെടുത്ത് ഒന്ന് താളിച്ചാൽ മതി. എന്നാൽ സാമ്പാർ റെഡി. ഇനി താളിപ്പണേ നമ്മളെ ചുവന്ന മുളക്, കടുക്, കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടൊന്ന് താളിക്കണം. നമ്മളിത് താളിപ്പിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് താളിച്ച് വരമ്പോഴാണ് താളിച്ച് നമ്മളെ സാമ്പാർ റെഡിയായി. അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അടുപ്പത്തായതുകൊണ്ട് പഴയ ചീനച്ചട്ടിയാണ് വെച്ചത് കേട്ടോ. അതാണ് ഇങ്ങനെ കത്തുന്നത്. അത് വെക്കാൻ പറയണ്ട, നമ്മൾ അടുപ്പിൽ വെക്കണ വിറകടുപ്പിൽ വെക്കാനുള്ള ചീനച്ചട്ടിയാണിത്. ഇപ്പോൾ വരട്ടിയതുണ്ട്. ഇന്ന് ബീഫ് വരട്ടിയേക്കണ്. വലിയ മീനാണ്, കഷ്ണ മീനാണ്, പൊരിച്ചതാണ്. ഇതിൻ്റെ കിണന്ന ഉച്ചകലത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.